നമ്മളെ അത്തി ഇറക്കാൻ പോവാണ്. നമ്മളെ തുർക്കിൻ്റെ അത്തിയാണ്, അടിപൊളി സാധനമാണ്. അപ്പോൾ കാണിച്ചിടുക. അപ്പോൾ ഇതാണ് നമ്മൾ തുർക്കിൻ്റെ അത്തിൻ്റെ തുർക്കിഷ് ഫിഗ് എന്ന് പറയാം. നമ്മൾ പ്രാവശ്യം 2 ഇതുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയാണിപ്പോൾ ഇതൊന്നുണ്ട്, അതുപോലെ ഇവിടെ ഒന്നുണ്ട്. 2 അല്ല, കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റത്തെ 2 പീസാണിത് കാണുന്നത്. പിന്നെ ഇപ്പോൾ ഇത് ഞാൻ കാണിച്ചത് നിർത്തുക. നല്ല പാകമായിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് കാണിച്ചത് അടിക്കൊക്കെ നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കൊടുക്കാം. ഇതാണ് മോനെയോ, എങ്ങനെയുണ്ട് നമ്മളെത്തി സാറല്ലേ? ഇതാണ് തുർക്കിൻ്റെ അത്തി. നമ്മൾ ചെറിയൊരു കറ ഉണ്ടാവും. ഈ അത്തി പഴം എന്താണോ, മഴക്കാലത്ത് നമ്മൾ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് വെക്കണം. വെയിലില്ല സമയത്ത് നല്ല വെയിൽ കിട്ടിയാൽ നല്ല കായ ഉണ്ടാവും. ഇപ്രാവശ്യം ഞാൻ കൂടുതൽ വളമൊന്നും ചെയ്തിട്ടില്ല. ഇത് നമുക്ക് നാളെ ഇറക്കാം. ഇതാവുന്നുള്ളൂ. ശരിക്ക് ബ്രൗൺ തുർക്കി എന്ന് പറഞ്ഞാൽ ഈ കളർ വരും, അല്ലേ? ഇതിൻ്റെ നല്ല ബ്രൗൺ കളർ വരും ഇതുപോലെ. ഞാൻ അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. എനിക്ക് അതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഉണ്ടെന്നില്ല. നമുക്ക് കഴിക്കട്ടെ. ഉൾഭാഗം വലിയ കളറൊന്നും ഇല്ലല്ലേ? അതിൻ്റെ ഉൾഭാഗം കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഉൾഭാഗേ നല്ല കളറുണ്ടായിരുന്നു. പ്രാവശ്യം കുറച്ച് കളറ് കുറവുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. നല്ല മധുരമുണ്ട്. കഴിച്ചോക്കാം.